എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ തമിഴ്നാട്ടിലെ തേനി ഡിസ്ട്രിക്റ്റിലെ മേഘമലയുടെ താഴ്വരയിലാണ്. ഇന്നലെ രാത്രി നമ്മളിവിടെ എത്തിയതായിരുന്നു. അപ്പം ഇത് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്, അപ്പോൾ അങ്ങോട്ട് രാത്രിയിൽ കടത്തി വിടുമായിരുന്നു. 4 മണിക്ക് ശേഷം കടത്തി വിടത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ ഇവിടെ സ്റ്റേ ചെയ്തു. എൻട്രി ഒക്കെ എടുത്തോ? എൻട്രി എടുക്കാനൊന്നുമില്ല. അവിടെ എൻട്രി വണ്ടി നമ്പറും നമ്മുടെ ഫോൺ നമ്പറും ഒക്കെ വെച്ച് എൻട്രി ചെയ്യുക. ടോക്കൺ നമ്പർ വരും. തിരിച്ചു വരുമ്പോൾ ആ ടോക്കൺ നമ്പർ ഇവിടെ പറഞ്ഞിട്ട് പോകണം. എന്നുവെച്ചാൽ അവർക്കത് ക്ലോസ് ചെയ്യാനായിട്ട്, വണ്ടി തിരിച്ചു പോയെന്നുള്ള അറിയാനായിട്ട്. അല്ലേ രാത്രി വന്നതല്ലേ ഇവിടെ? നമ്മളിവിടെ 4:30 ആയപ്പം വന്നാ. അരമണിക്കൂർ താമസിച്ചു. ഇല്ലെങ്കിൽ രാത്രി തന്നെ അല്ല വൈകുന്നേരം തന്നെ കയറി പോവായിരുന്നു. ഇവിടെയും ഹെയർ പിൻ ബെൻഡ് 18 എണ്ണം വന്നു. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ താഴേക്ക് നോക്കിയേ, കാറ്റാടി മാത്രമേ ഉള്ളൂ. താഴേക്ക് നോക്കി എന്ത് കൃഷിസ്ഥലമാണ്. ഹെയർ പിൻ ബെൻഡ് 18-ൽ രണ്ടാമത്തെ. കമ്പമേട്ട് ഇറങ്ങി വന്നതും 18 ഹെയർ പിൻ ബെൻഡ് ആയിരുന്നു. അതുകൊണ്ട് നോക്കിയാൽ കോടമഞ്ഞ് കണ്ടോ? അതെ, എല്ലാം പശ്ചിമഘട്ട മലനിരകളാണ്. താഴേക്ക് നോക്കിയേ, കൃഷിസ്ഥലങ്ങൾ. എന്തെല്ലാം കൃഷികളാ. പടം വരച്ച പോലെ ഉണ്ട്, കളർ ചെയ്തേക്കുന്നു അല്ലേ. നല്ല രസമല്ലേ ആ കൃഷികൾ ഇങ്ങനെ കാണാൻ തന്നെ. കാറ്റാടി ഇഷ്ടം പോലെ. ശ്രീ വില്ലിപുത്തൂർ മേഘമലൈ ടൈഗർ റിസർവിലൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 2021 ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ച 2021. അതിനുശേഷം ഇവിടെ ഇത്രയും നിയന്ത്രണങ്ങളായിരുന്നു. പണ്ട് നമ്മൾ വരുമ്പോഴൊന്നും ഇങ്ങനെ ഇത്രയും നിയന്ത്രണങ്ങളില്ലായിരുന്നു. ഇതിപ്പോ 4 മണി കഴിഞ്ഞാൽ കയറ്റി വിടുകയില്ല. രാവിലെ 6:30 തൊട്ട് കടത്തി വിടും അല്ലേ? ഫോറസ്റ്റുകാർ പറഞ്ഞാന്ന് വെച്ചാൽ ഇടയ്ക്കെങ്കിലും വണ്ടി നിർത്തിയിടാൻ പോലും പാടില്ലെന്ന്. മൃഗങ്ങളുണ്ടെന്നാ പറഞ്ഞത്. ഈയിടെ എന്തോ പ്രശ്നം ഉണ്ടായി ഇവിടെ. ആ മൃഗങ്ങള് അവരെ ഉപദ്രവിക്കോ എന്തോ ചെയ്തെന്ന് തോന്നുന്നു. അത് കറക്റ്റ് എനിക്കറിയത്തില്ല. അവര് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. എന്ന് പറഞ്ഞാലേ പണ്ടത്തെ പോലല്ലേ ഇപ്പൊ ഇവിടുത്തെ വനങ്ങളൊക്കെ. മേഘമലയിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുറയിൽ ആരും ഇല്ല, അമ്മ പുറയിൽ ഒറ്റയ്ക്കാ. അച്ഛമ്മ അവിടെ നിന്ന് സൈഡിൽ കൂടെ കാഴ്ചകളൊക്കെ കാണുക. കൃഷിസ്ഥലമൊക്കെ കണ്ടായിരുന്നോ? ശ്രീ വില്ലിപുത്തൂർ മേഘമലൈ ടൈഗർ റിസർവ് വെൽക്കംസ് യു. താഴെ നല്ല കോടമഞ്ഞ. താഴെ നിന്ന് കയറി വരുന്നുണ്ട് കോട. ഇവിടെ ഇതുണ്ടോ, കച്ചേസ് വണ്ടിയാണ് ഇങ്ങോട്ട് ഓടുന്നത്, നീളം കുറഞ്ഞ വണ്ടി. ഇവിടെ ഈ ടൈഗർ റിസർവിൽ ഇഷ്ടംപോലെ മൃഗങ്ങളുണ്ട്. ബോട്ടം ക്യാമ്പ്. ഇവിടെ മാനുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ ചിത്രശലഭങ്ങൾ, പിന്നെ വലിയ മലയണ്ണാനുണ്ട്. അത് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇവിടെയുണ്ട്, നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിലും ഉണ്ട്. നമ്മൾ ഹൈറ്റിലേക്ക് ചെല്ലുന്ന അനുസരിച്ച് കോട കയറി വരുന്നുണ്ട്. ഇതിപ്പോഴേ കുട്ടിക്കാനത്തോടൊക്കെ പോകുന്ന പോലെ ഉണ്ട്. നല്ല മഞ്ഞ. ഒന്നും കാണത്തില്ലല്ലോ. വഴി കാണാവോ ടൈഗറെ? രാത്രിയിലേ ഒട്ടും തന്നെ വണ്ടികളില്ലേ ഇല്ലേ? ഇപ്പം രാവിലെ ആയിട്ട് പോലും വണ്ടികൾ വളരെ കുറവാണ്. വല്ല ആനയും വഴി നിൽപ്പുണ്ടോ നോക്കണം കേട്ടോ. അതെ, അത് ആനപ്പിണ്ടോ കിടക്കുന്നത്? ആനപ്പിണ്ടോ അപ്പുറം കിടപ്പുണ്ടായിരുന്നു. ആനകളുടെ അല്ലേ? ഓ, ഇതൊക്കെ ഇന്നലെ രാത്രിയിൽ ആന വന്നായിരിക്കും. ഇന്നലെ മിനിങ്ങാന്നൊക്കെ. ഇന്നലത്തെ ആയിരിക്കും. കുറച്ച് മല കയറി മുകളിലെത്തി. താഴെ മഞ്ഞ് മൂടി കിടക്കുന്ന മലനിരകൾ. സമുദ്രനിരപ്പിൽ നിന്നും 1500 മീറ്റർ ഉയരത്തിലാണ് നമ്മുടെ മേഘമല സ്ഥിതി ചെയ്യുന്നത്. 1500 മീറ്റർ ആണോ? 1500 അടിയായിരിക്കും. 1500 മീറ്റർ ആണോ? ആ കുഞ്ഞുകിളി, അതെ. ഇത് മാനാണോ ആടാണോ? ആട്. വരയാടല്ലേ? ആണോ? വരയാടല്ല. ഇവിടെ കുരയ്ക്കുന്ന മാനുണ്ടെന്നൊക്കെയാ പറയുന്നത്. ഇപ്പൊ മേഘമലയ്ക്ക് വരണമെങ്കിൽ നമ്മള് നാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ കുമളി വന്നിട്ട് കമ്പം, ചിന്നമന്നൂര്, മേഘമല. ചിന്നമന്നൂരിൽ നിന്നാണ് നമ്മൾ മേഘമല റൂട്ട് തിരിയുന്നത്. അതായത് നമ്മുടെ കൊല്ലം ദിണ്ടുകൽ ഹൈവേന്ന് ഒരു 30 കിലോമീറ്റർ ഒരു ചുരം കയറി വരുന്നതാണ് മേഘമല. തേനിന്ന് വരികയാണെങ്കിലും ഈ ചിന്നമന്നൂർ വന്നിട്ട് വേണം മേഘമലയ്ക്ക് കയറി വരാൻ. കമ്പത്തുനിന്ന് വരുമ്പോഴും ചിന്നമന്നൂർ വന്നിട്ട് വേണം. തേനിന്ന് ഒരു 55 കിലോമീറ്റർ കാണും. കമ്പത്തുനിന്ന് ഒരു 50 കിലോമീറ്റർ മേഘമലയിലേക്ക്. ശരിക്കും മേഘമല സ്റ്റേ ചെയ്യാൻ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ രാവിലെ തന്നെ കയറി വരികയാണെങ്കിൽ ഏറ്റവും നല്ലതാ. രാവിലെ തന്നെ കയറി കറങ്ങിയേച്ച് വൈകുന്നേരം ഇറങ്ങിപ്പോവാം. ഇല്ലെങ്കിൽ 4 മണിക്ക് മുന്നേ വന്നാലേ കയറ്റി വിടുകയുള്ളൂ. അതല്ലെങ്കിൽ അവിടുത്തെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലേറ്റ് ആയാലും കയറ്റി വിടും. ഇല്ലെങ്കിൽ താഴെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ തടയും. പിന്നെ രാവിലെ 6:30 ആകുമ്പോഴേ കയറ്റി വിടുകയുള്ളൂ.
അതായത് വൈകുന്നേരം 4 മണി തൊട്ട് രാവിലെ 6:30 വരെയുള്ള സമയത്ത് വണ്ടികൾ കയറ്റി വിടുകയില്ല, ടൂറിസ്റ്റുകളുടെ വണ്ടികൾ കയറ്റി വിടുകയില്ല. റൂം ബുക്ക് ചെയ്ത് അവിടുത്തെ നമ്പറോ അല്ല അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി നമുക്ക് കയറിപ്പോം. രാത്രി അത് ഒത്തിരി രാത്രിയായ പറ്റില്ല, വൈകുന്നേര സമയങ്ങളിലൊക്കെ കയറ്റി വിടും. സൂര്യനൊക്കെ ഉണർന്നു വരുന്നതേ ഉള്ളൂ. ഇഷ്ടംപോലെ ആനപ്പിണ്ടം കണ്ടു, ഒരു ആനയെ പോലും കണ്ടില്ല. ഇതേ ആന നിൽക്കുന്നു, ആന കണ്ടില്ലെന്ന് പറയരുത്. ജീവനുള്ള ആനയുടെ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞേ. ഇതേ കടുവ നിൽക്കുന്നു. എന്താണേലും റോഡ് അടിപൊളിയാക്കി. പണ്ട് നമ്മൾ വരുമ്പം വഴി വളരെ മോശമായിരുന്നു. ഇന്ന് റോഡ് പണി നടക്കുന്നതേ ഉള്ളായിരുന്നു. ആ അപ്പോഴേ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ്? ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കടയിൽ നിന്ന് കഴിക്കാം, മേഘമലയിൽ നിന്ന് കഴിക്കാം. മേഘമലയിൽ കടകളൊക്കെ കടകളുണ്ട്, കുറച്ച് കടകളൊക്കെ കാണാം. മേഘമലയിലെ നാടൻ ഫുഡ് ട്രൈ ചെയ്യാം. അതെ, ആസ്വദിക്കാം. മിക്കവാറും നൂഡിൽസ് ആയിരിക്കും. നൂഡിൽസ് ഒന്നും അല്ല, അത് ലഡാക്കിലൊക്കെ അല്ലേ? അതെ അതെ. ഇവിടെ ഇങ്ങനെ അവിടത്തെ പോലെ അല്ല. ഇവിടെ വേറെ എന്തെങ്കിലും ഇഡ്ഡലിയോ ദോശയോ ഒക്കെ ഉണ്ടാവും. അതിന് ഇഡ്ഡലിയും ദോശ എന്നൊക്കെ പറഞ്ഞപ്പോ മുഖത്തിന്റെ ഷേപ്പ് മാറുന്നേ. ദോശ എനിക്കിഷ്ടമായി, ഇഡ്ഡലി അധികം ഇഷ്ടമല്ല. ഇഡ്ഡലി ദോശയുണ്ട്, തമിഴ്നാട്ടിലെ ഇഡ്ഡലി നല്ല സ്മൂത്താ. നല്ല സാമ്പാറും. അതെ, സാമ്പാറും ചട്നിയും. ചട്നിയാണ് 2-3 സൈസ് ചട്നി കാണും. ആ പൊറോട്ടയും ചിലപ്പോ കിട്ടും. പൊറോട്ടയും അത് കിട്ടുകയില്ല. മേളിലോട്ട് ചെല്ലണം, എന്നാ രസമാണെന്നറിയോ കാണാനാ. ഇവിടെ വനമാണല്ലോ, അങ്ങോട്ട് ചെല്ലുമ്പം അതെ, തേയിലത്തോട്ടവും ഏലത്തോട്ടവും ഒക്കെ ഉണ്ട്. മടുത്തു. അടുത്തോ ഞങ്ങൾക്കൊക്കെയാണ് എന്തോരെ കണ്ടാലും മടുക്കല്ലോ. പിന്നെ ഏലമുണ്ട്, ഏലമുണ്ട്, തേയിലയുണ്ട്, ഗ്രാമ്പൂ, കുരുമുളകൊക്കെ ഉണ്ട്. ഏലവും തേയിലയാ കൂടുതലും. നിങ്ങൾ ഇതേ ഒരാൾ ഇരിക്കുന്നുണ്ടോ? നല്ല താടിയും മുടിയൊക്കെ ഉണ്ട്. സെൻട്രൽ ക്യാമ്പ് ഈ മുകളിലുണ്ടെന്ന്. ഇവിടെ ഒരു ഹോം സ്റ്റേയും ഒക്കെ ഉണ്ട് കേട്ടോ. ഹോം സ്റ്റേ റൂമൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ സെറ്റപ്പുകളേ ഉള്ളൂ. അവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു, എല്ലാം ലോക്ക് ചെയ്തിട്ടേക്കുക. വീണ്ടും കോടമഞ്ഞിലേക്കാണല്ലോ. ഓ, ഇവരെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചോളൂ. ഇവരെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവര് മാത്രമേ എല്ലാ വനത്തിലും ഉണ്ട്. ഇതൊരു കോഫി എസ്റ്റേറ്റായി താഴേക്ക് ഇറങ്ങിപ്പോകുന്നത്. നേരത്തെ എങ്ങാണ്ട് ഇടിഞ്ഞു പോകുന്നത്. സൈഡൊക്കെ ഇടിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു കുരിശുപള്ളി. മേഘമലൈ ഹൈവേസ് ഡാം 8 കിലോമീറ്റർ. ഹൈ വേവ്സ് അല്ല, വേവ്സ് അല്ല, ഹൈ വേവ്സ് ആണോ? അപ്പോൾ നമ്മൾ മലയെല്ലാം കയറി മുകളിലെത്തി. ഇതുണ്ടോ, ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ വലിയ വനമാണ്, വലിയ മരങ്ങളൊക്കെ നിൽക്കുന്നത്. ഈ മേഘമലൈ ഹൈവേസ് എന്ന് പറഞ്ഞാൽ എന്നാ? അതെന്നാന്ന് ചോദിച്ചാൽ ഇവിടെ ഈ ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്ത് അവർ വിളിച്ചിരുന്ന ഒരു പേരായത്. എന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യവും കാലാവസ്ഥയും ഈ മഞ്ഞും തണുപ്പും മലനിരകളും ഒക്കെ കണ്ടിട്ട് ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്ന പേരാണ് മേഘമല ഹൈവേസ്. താഴേക്ക് നോക്കിയേ, നമ്മൾ മല കയറി ഒത്തിരി ഹൈറ്റിലെത്തി കേട്ടോ. ഇന്നലത്തെ മഴയ്ക്ക് ഇടിഞ്ഞു പോകുന്നതാ. ഇതുണ്ടോ, ഇതിപ്പോ നമ്മുടെ കേരളം പോലെയല്ല, ഇത് ചൂണ്ടപ്പനയൊക്കെ. അതെ അതെ, ഇതൊക്കെ ലയങ്ങളാന്ന് തോന്നുന്നു കേട്ടോ. ഈ മേഖല ലയമായിരുന്നു തോന്നുന്നു. ഇതൊരു എസ്റ്റേറ്റാ. ഇവിടെ കുറെ ആൾക്കാർ താമസിക്കുന്നു, പണിക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഒത്തിരി പഴക്കമുള്ള എസ്റ്റേറ്റാ കേട്ടോ. ഇത് ഒരു പള്ളിയാ, ചർച്ച. സിംഹവാലൻ കുരങ്ങാന്ന് തോന്നുന്നതേ. അതെ അതെ, വംശനാശ ഭീഷണിയൊക്കെ നേരിടുന്നതായിരിക്കും. ഇവിടെ മണ്ണിടിഞ്ഞ് നിൽക്കുക കേട്ടോ. ആ മരം ഇങ്ങ് പോരും, വലിയൊരു മരമാ. ഇപ്പം വനം പറഞ്ഞാൽ തീർന്നില്ല. നമ്മൾ ആ കയറി വരുന്ന ഭാഗത്തെ വനം തീർന്നു. ഇനി ഇവിടെ ഉണ്ട്, ഇവിടെ മൊത്തം. അതായത് ഇത് നമ്മളെ ഇടുക്കി വൈൽഡ് ലൈഫ് സാഞ്ചുറി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന, ഇടുക്കിയല്ല, പെരിയാർ ടൈഗർ റിസർവായിട്ട്. അപ്പോൾ ഇതേ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ തുടങ്ങി. ഹൈവേസ് ടൗൺ പഞ്ചായത്ത് ലിമിറ്റ്, തേനി ഡിസ്ട്രിക്ട്. കുഞ്ഞിക്കിളി പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഹൈവേവ്സ് എന്നാണ്. ഹൈവേയുടെ ഒത്തിരി ബോർഡുകൾ കാണുന്നതല്ലേ, അതുകൊണ്ട് ഹൈ കാണുമ്പോ തന്നെ ഫുൾ ആയിട്ട് അങ്ങ് വായിച്ചു ഹൈവേ ആന്ന് പറഞ്ഞു. ബാക്കി നോക്കുകയല്ല. അതാ
ഡേ ഈ തേയിലത്തോട്ടത്തിലേക്ക് കൊളുന്ത് നുള്ളിയതായി അതാ ഒരു ലൈറ്റ് പച്ച കളർ അല്ലല്ലോ. ആ ഡാർക്ക് കളറാ. ആ കുഞ്ഞുങ്ങളെ മേഘമലയുടെ ഭംഗിയുണ്ടോ, എന്തോരം തേയിലത്തോട്ടങ്ങളാണ് നോക്കി. കോടമഞ്ഞ് അങ്ങോട്ട് നോക്കി, ആ മലനിരകളിലേക്കൊക്കെ നോക്കി. തേയില എസ്റ്റേറ്റ്, അത് എസ്റ്റേറ്റും ലയോ പണിക്കാർ താമസിക്കുന്ന ലയോ. അതെ, ആ മുകളിലൊക്കെ വീടുണ്ട് കണ്ടോ. കുഞ്ഞിക്കിളി ഇങ്ങോട്ട് നോക്കിയതേ, ഇവിടെ സാമ്പാർ ഡിയർ ഉണ്ട്. സാമ്പാർ ഡിയർ ഇവിടെ ശരിക്കും മേഘമല വരുമ്പോൾ നമ്മുടെ ഏലപ്പാറയോ കുട്ടിക്കാനോ ഒക്കെ ചെന്ന പോലുള്ള ഒരു ഫീലാണ്. ഇവിടുത്തെ ഒരു ക്ഷേത്രം ഇത്, കോവിൽ. ഈ ബിൽഡിങ്ങുകളൊക്കെ എസ്റ്റേറ്റ് ലയങ്ങളാണ്, എസ്റ്റേറ്റിലെ തൊഴിലാളികൾ താമസിക്കുന്ന വീടുകളാണ്. തേയിലയ്ക്ക് മരുന്നടിക്കുന്നുണ്ടോ? വെള്ളമല്ലേ കുഞ്ഞുങ്ങളെ ചോദിച്ചായിട്ടില്ലേ? അത് മരുന്നടിക്കുന്നതാണ്, വെള്ളത്തിൽ മരുന്ന് കലക്കി അടിക്കുന്നതാണ് കണ്ടോ. ആ കണ്ടോ ലയങ്ങൾ എന്തേരം ഉണ്ടെന്ന് നോക്കിയേ. ഒത്തിരി പഴക്കമുള്ള കേട്ടോ, ഒരുപാട് കാലം പഴക്കമുള്ള. അവിടെ ഒരു പള്ളിയുണ്ട്. ഇതൊക്കെ എസ്റ്റേറ്റിനകത്ത് പള്ളിയും അമ്പലവും ഒക്കെ നമ്മൾ മുമ്പേ കണ്ടേ. കല്ല് കെട്ടിയ ഇതാന്ന് തോന്നുന്നു കൂടുതലും. ആ ഭിത്തിയെല്ലാം കല്ല് കെട്ടിയേക്കുന്ന. ഇരവങ്കലാർ 20 കിലോമീറ്റർ, മഹാരാജ മെട്ട് 18 കിലോമീറ്റർ, ഹൈവേവ്സ് 5 കിലോമീറ്റർ. കുഞ്ഞുങ്ങളെ ഡ്രസ്സ് മാറിയോ വീണ്ടും? ഞങ്ങൾ പിന്നെ ഡ്രസ്സൊന്ന് മാറി, ഒരു ചേഞ്ച് അല്ലേ. ഇവിടെ എല്ലാം രസമാണ് കാണാൻ. ഇവിടെ 2-3 ദിവസം താമസിക്കാൻ തോന്നുന്നുണ്ട്. നമുക്കിന്ന് പോകണോ? നമുക്കിന്ന് പോകണമെന്നൊന്നുമില്ല. അല്ലേ കുഞ്ഞിക്കിളി? എനിക്ക് പോകണമെന്നില്ല, എനിക്ക് കുറച്ച് ദിവസം കൂടെ ലീവ് കിട്ടിയാൽ മതി. കുറച്ച് ദിവസം കഴിഞ്ഞ് പോയാലും മതി അല്ലേ. പള്ളിയിലതേ മണി മുഴങ്ങുന്നു. ഇവിടുത്തെ ലയങ്ങളൊക്കെ ഒത്തിരി പഴയ ലയങ്ങളാണ് ഇതെല്ലാം. ഒരുപാട് വർഷം പഴക്കമുള്ള. ചിലതിലൊന്നും ആൾതാമസമൊന്നും ഇല്ലാത്തതുകൊണ്ട് പണിക്കാർ കുറവാന്ന് തോന്നുന്നു, തൊഴിലാളികൾ കുറവാണ്. ഇപ്പം നമ്മൾ ഏകദേശം ഇടുക്കി ജില്ലയിലെ നമ്മളെ പിന്നെ മൂന്നാറും അല്ലെങ്കിൽ തേക്കടിയും കുമളിയും കുട്ടിക്കാനം ആ ഒരു റേഞ്ചിൽ, ആ ഒരു ഹൈറ്റിലാണ് ഇപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ അതേ സെയിം കാലാവസ്ഥയാണ്, തണുപ്പുമാണ് കാലാവസ്ഥയും ഭൂപ്രകൃതി എല്ലാം. അതുപോലെ ഒക്കെ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 4800 അടി ഹൈറ്റിലാണ് മേഘമല സ്ഥിതി ചെയ്യുന്നത്. ഈ മലഞ്ചെരുവിൽ കൂടി ഇങ്ങനെ തേയിലത്തോട്ടം കാണാൻ നല്ല രസമാണ്. അവിടെ എല്ലാം വനമാണ്. അത് വനമുണ്ട്. ഇതിന്റെ ഈ പണ്ടുണ്ടായിരുന്ന എസ്റ്റേറ്റുകളേ ഉള്ളൂ ഇവിടെ. ഇത് കുറേ എസ്റ്റേറ്റുകളുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ബാക്കി അല്ലാതെ ഇവിടെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലം, ഇത് വേറെ ആൾക്കാർ വന്ന് സ്ഥലം മേടിച്ച് താമസിക്കുന്ന അങ്ങനൊന്നും ഇല്ല. അതിനുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല, എസ്റ്റേറ്റുകൾ മാത്രമേ ഉള്ളൂ. അതുണ്ടോ മരുന്നടിക്കുന്ന ഇതാ പുറത്ത് കണ്ടോ പറ്റി ചെയ്തേക്കുന്നത്. ആ ടാങ്കിനകത്ത് മരുന്ന് കലക്കി ഒഴിക്കും, എന്നിട്ടായിരിക്കും കാട്ടരുവി ഒഴുകി വരുന്നു. മേഘമലയ്ക്ക് നമ്മൾ 2 പേരേ വന്നിട്ടുള്ളൂ. ഇവര് 3 പേരും ആദ്യമായിട്ട് വരുവാ. ആണോ? നീ വന്നിട്ടില്ലേ? ഞാൻ വന്നിട്ടില്ല. അത് ശരി, ആദ്യമായിട്ടാണോ? അടിപൊളി സ്ഥലമാണ്. അടിപൊളി സ്ഥലം. അതെ, ഇത് ശരിക്കും പറഞ്ഞുണ്ടല്ലോ നമ്മുടെ ഏലപ്പാറ കുട്ടിക്കാനം ഒക്കെ പോലെ ഉള്ളൂ. അതേപോലെ തന്നെ, അത്രേ ഉള്ളൂ. ഇത് വീട്ടിൽ ചെന്ന് സൂര്യോട് പറഞ്ഞാൽ സൂര്യക്ക് മനസ്സിലാവുമോ? എന്നാലും മേഘമല കാണണമെന്ന് പറഞ്ഞാൽ മേഘമല കണ്ടിരിക്കണ്ടേ? അതെ, അവിടെ കാണുന്ന പോലൊക്കെ തന്നെയല്ലേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. നമ്മളെ ഇങ്ങോട്ട് വരാനൊരു പ്ലാനിങ് ഇല്ലായിരുന്നല്ലോ. അതെ, ഇങ്ങോട്ട് വരാൻ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും സൂര്യൻ കൂടെ കൊണ്ടുവരായിരുന്നു അല്ലേ. നമ്മളെ ഇടുക്കിക്ക് വരാമെന്നും പറഞ്ഞ് വന്നാ, അതിപ്പം മേഘമല എത്തി നിൽക്കുകയാണ്. ഇതാ നമ്മൾ അവിടുത്തെ ബോർഡ് കണ്ടില്ലേ, മേഘമലൈ ഹൈവേവ്സ് ഡാം. ആ ഡാമാ ഇത്. இப்போ இங்கே ஒரு ஹோட்டல் இருக்கு, ஏதாவது சாப்பிட்டு போகலாம். ഓടുമൊന്നും വേണ്ട, പതുക്കെ കയറിയാൽ മതി. അതെ, വെറുതെ ഒന്നുമില്ല. മഞ്ഞൊക്കെ കൂടി കാഴ്ചകളെല്ലാം മറയുമല്ലോ. പെച്ചിയമ്മാൾ ഉണവകം. പെച്ചിയമ്മാൾ. டீ காபி டிஃபன் சாப்பாடு ஸ்வீட்ஸு வடை எல்லாமே இருக்கு. വാ. കുഞ്ഞിക്കിളിക്ക് ദോശ മതി എന്ന് പറഞ്ഞു. കുഞ്ഞിക്കിളി ഒരു ദോശ മേടിച്ചു, ബാക്കി എല്ലാവരും ഇഡ്ഡലി. ഉഴുന്നോടെ ഇല്ല. ഇതെന്തായിരുന്നു? ബജ്ജി. കാബജി അല്ലേ? കായ ബജ്ജി. ഇത് ചേട്ടായി പറഞ്ഞ ഇഡ്ഡലി അല്ല, നമ്മുടെ അവിടുത്തെ ഇഡ്ഡലി പോലെ ഉണ്ടോ? ആണോ? ഞാൻ കഴിച്ചു നോക്കാം, എൻ്റെ ടേസ്റ്റ് ആണോ നിർത്തില്ല ചേട്ടാടെ. സാമ്പാർ, ചട്നി, കാരച്ചട്നി, മുളക്, തക്കാളി ഇല്ലേ? തക്കാളി, തക്കാളി വെങ്കായം ഒക്കെ എല്ലാം ഉണ്ട്. ഇത് ഹൈവേവ്സ് ഡാമിൻ്റെ ഫ്രണ്ട് വശമായതാണ്. ഇതിനകത്ത് വെള്ളം കിടക്കുന്നത് ചെറിയ ഡാമാണ്, വെള്ളം വളരെ കുറവാണ്.
തേനിക്ക് 57 കിലോമീറ്റർ, ചിന്നമന്നൂർ 35, കുമളി 74 കിലോമീറ്റർ. ആനയും പോത്തും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞു. കാട്ടുപോത്തും ആന, കാട്ടുപോത്ത്, കടുവ, പുലി. അത് തന്നെയല്ലേ കരിമ്പുലി ഉണ്ട്, അവിടെ ബോർഡുണ്ടായിരുന്നു. കരിമ്പുലി ഉണ്ട്, പക്ഷെ അത് അധികം ഇല്ല, കുറവാന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഫോറസ്റ്റുകാർ വൈകുന്നേരങ്ങളിൽ വണ്ടിയൊന്നും കയറ്റി വിടാത്തത്, വെളിയിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകളെ. കുഞ്ഞിക്കിളി താഴെ ഒരു ലേക്ക് ഉണ്ട്, കണ്ടോ? വെള്ളം കണ്ടില്ലേ? മേഘമല എന്ന് പറയുന്നത് പ്രകൃതി സൗന്ദര്യമാണ്. പിന്നെ അധികം സൗകര്യങ്ങളൊന്നുമില്ല, കടകളധികമില്ല, കൂടുതൽ സ്റ്റേയോ അങ്ങനെയുള്ളതൊന്നുമില്ല. കുറച്ച് ഹോം സ്റ്റേയും ചെറിയ ലോഡ്ജുകളൊക്കെ ഉള്ളൂ. നല്ല വെയിലും കൂടെ ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അത് അങ്ങോട്ട് എസ്റ്റേറ്റിലേക്കുള്ള വഴിയാണ്. അപ്പം ഇതാണ് ഹൈവേസ് ടൗൺ പഞ്ചായത്ത് ബിൽഡിങ്. അപ്പുറം നേരെ കാണുന്നത് ഇതാണ്. ആ പടം ഇതാ മേഘമലയുടെ മെയിൻ ഭാഗമാണ്. കണ്ടോ, പഴയ ഒരു പള്ളി. ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത്, അതൊന്നും ഉപയോഗിക്കുന്നൊന്നും അല്ല. ഈ അവിടെ ആ ഹൈവേസ് ടൗൺ പഞ്ചായത്തില്ലേ, പഞ്ചായത്തിന്റെ അവിടെ ബിൽഡിങ് കിട്ടും. ബിൽഡിംഗ് അല്ല, റൂം കിട്ടും. പക്ഷെ അതൊക്കെ വളരെ കുറച്ച് റൂമുകളേ ഉള്ളൂ. ഇവിടെ നല്ലൊരു ലേക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ടാലേ വാഗമണ്ണ് പോലെ തന്നെ അവിടെ ഉണ്ട് ഇതുപോലെ ഒരു ലേക്ക് ഉണ്ട്. ഇവിടെ ഒരു ചെറിയ പെഡൽ ബോട്ടൊക്കെ ഇടുവാണെങ്കിൽ നല്ലതായിരുന്നു. ഇങ്ങോട്ടേ അധികം ടൂറിസ്റ്റുകളൊന്നും വരുന്നതിനോട് ഫോറസ്റ്റ് വകുപ്പിന് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ വലിയ സൗകര്യങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാവുകയില്ല ഇവിടെ. വുഡ്ബ്രിയർ ടീ എസ്റ്റേറ്റ്സ് ഇന്ത്യ ലിമിറ്റഡ്, ഹൈവേസ് ഗാർഡൻ ഹോസ്പിറ്റലായിരുന്നു. ഹോസ്പിറ്റലാണ്, ഇവിടുത്തെ എസ്റ്റേറ്റ് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇവിടെ ഈ ഹോസ്പിറ്റലിൽ ചെറിയ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ അല്ലെങ്കിൽ ഇവിടുന്ന് ആൾക്കാർ തേനി പോകണം. തേനിയിലല്ലേ മെഡിക്കൽ കോളേജ്? തേനി മെഡിക്കൽ കോളേജ് ഉണ്ട്. 1 മണിക്കൂർ കൊണ്ട് തേനിയല്ല, മേഘമലയിൽ ആ ബിൽഡിംഗ് ഉണ്ടോ, കല്ല് കെട്ടിയേക്കുന്ന ഭിത്തിക്കൊക്കെ. ഈ മലയുടെ മുകളിൽ ഇങ്ങനെ വെള്ളമല്ലേ, ഒരു ലേക്ക്, തടാകം. ആനയും പുലിയൊക്കെ നിൽക്കുന്നു. വരാ രാത്രിയിൽ ഇറങ്ങുമെന്ന് പറഞ്ഞേ. കൊളുന്ത് നുള്ളി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റോഡ് സൈഡിൽ ഇട്ടേക്കുന്നു. ഇനിയിപ്പോൾ ഇതുപോലെ ചാക്കിനകത്ത് നടക്കുക. അതിന് കൊല്ലിന്നാണ് പറയുന്നത് കേട്ടോ. ആ ചാക്കിന് പണ്ട് ഇത് കയറിൻ്റെ ആയിരുന്നു, ഇപ്പോൾ ഇതെല്ലാം പ്ലാസ്റ്റിക്കായി. ഇത് മരുന്നടിക്കാൻ വേണ്ടി കണ്ടോ, മരുന്ന് കലക്കി ടാങ്കറിൽ, ഇത് ട്രാക്ടറിന് കെട്ടി വലിച്ചു കൊടുക്കണത്തേക്കുന്നത്. ഇതിൽ 100 അടിക്കും. ഇത് കണ്ടോ, കൊളുന്ത് എടുത്തോണ്ട് വന്ന് ചാക്കിൽ നിറയ്ക്കുക. ഓരോരുത്തരെടുത്തോണ്ട് വരുന്ന അവിടെ തൂക്കുന്നുണ്ട്, തൂക്കുക കൂട്ടി എന്നിട്ട് വേറെ ചാക്കുകളിൽ നിറച്ച് ട്രാക്ടറിന് കയറ്റിക്കൊണ്ട് പോകും. ഈ ലേക്ക് നല്ല വലിപ്പമുള്ള ലേക്കാണല്ലോ ശരിക്കും. ഇവിടെ ബോട്ടിംഗ് ഒക്കെ തുടങ്ങണം അല്ലേ? അങ്ങനെ ഒരുപാട് സഞ്ചാരികൾ എത്തിയാനെ. വലിയ ലേക്ക് അത് കണ്ടോ. അടക്ക മണ്ണിടിച്ചിലൊക്കെ ഉണ്ട്. ഇതൊരു എസ്റ്റേറ്റിലേതാന്ന് തോന്നുന്നു. അതെ, ഇതൊരു എസ്റ്റേറ്റാ. ഇതെല്ലാം ഓരോ എസ്റ്റേറ്റ് തന്നെ കേട്ടോ. അതിന്റെ അവരുടെ ഓരോ ബംഗ്ലാവുകളായിരിക്കും ഇത്. അതെല്ലാം ലയവാ, തൊഴിലാളികൾ താമസിക്കുന്ന വീടുകളാണ്. അവിടെ ഒരു പാലം ഉണ്ടല്ലോ, അതാ അങ്ങോട്ട് ആ വീടുകളിലേക്കെല്ലാം പോകുന്ന വഴിയാണ്. എസ്റ്റേറ്റാ, മണലാർ എസ്റ്റേറ്റ്, മേൽ മണലാർ. അപ്പർ മണലാർ. അപ്പം അതെ, അങ്ങോട്ടൊരു പഴയ ഒരു പാലമുണ്ട്. ഇത് ഈ ഗേറ്റ് വെച്ചേക്കുന്നില്ലേ, അത് എസ്റ്റേറ്റ് റോഡാണ്. അതിനകത്തോട്ട് പ്രവേശനമില്ല വെളിയിൽ നിന്നുള്ളവർക്ക്. ഇത് മണലാർ എസ്റ്റേറ്റ്, അപ്പർ മണലാർ. നേരെ നമുക്ക് ഇതിലേ പോകണ്ട, ഇത് ഈ പാലം കയറിയാൽ പോകണ്ടേ. ഇതെല്ലാം എസ്റ്റേറ്റിലെ ട്രാക്ടറുകളാണ് ഈ വരുന്നത്. ഈ വണ്ടിയായിരിക്കും ഇപ്പോൾ ടാങ്കർ അവിടെ വലിച്ചുകൊണ്ടിട്ടെ. അപ്പോൾ അത് കഴിഞ്ഞ് ലോഡ് എടുക്കാൻ പോയതായിരിക്കും ട്രെയിലറും കൊണ്ട്. ഇനി അതെടുക്കാൻ പോകാൻ തോന്നുന്നു. നമ്മൾ ഈ ഐറൻ സൈഡിലെല്ലാം ഇതുപോലത്തെ ട്രാക്ടറുകളാണ് എസ്റ്റേറ്റുകളിലെല്ലാം ഉപയോഗിക്കുന്നത്. നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള ആളാണ്. പേര് കണ്ടതാ മനസ്സിലായതാണ്. ഈ പാലം ഒരു തമിഴ് സിനിമയിലുള്ളതാണ്. തമിഴ് സിനിമയുടെ പേര് അവർ പറഞ്ഞായിരുന്നു, ഞാൻ മറന്നുപോയി. അങ്ങനെ ഈ പാലം ഫേമസാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടെ മുകളിൽ ഒരു 6-7 കിലോമീറ്റർ കയറിപ്പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ കമ്പവും തേക്കടിയൊക്കെ കാണാമെന്നാണ്, കുമളിയൊക്കെ കാണാമെന്നാണ് പറഞ്ഞത്.
പക്ഷേ ഇന്ന് കാലാവസ്ഥ മോശമായതുകൊണ്ട് അവിടെ പോയാൽ ഒന്നും കാണാൻ പറ്റില്ലെന്നാണ് അവർ പറഞ്ഞത്. കുറച്ച് നടന്ന് കയറി പോകാൻ വേണം. ഇവിടെ മൃഗങ്ങളൊക്കെ വരുന്നുള്ളതുകൊണ്ടായിരിക്കും ഇവിടെ ബോട്ടിംഗ് ഒന്നും അനുവദിക്കാത്തത് ചിലപ്പോൾ. ആയിരിക്കും. ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. കൊടൈക്കനാൽ 148, പളനി 183, കുട്രാലം 248, കന്യാകുമാരി 350. ഇതൊക്കെ നമ്മൾ ഇവിടെ ചെന്നിട്ടേ പോക്ക് നടക്കുള്ളൂ കേട്ടോ. എവിടാ? ചിന്നമന്നൂർ ചെന്നിട്ട്. എന്തോ ഒരു ലയങ്ങളല്ലേ. അപ്പൊ ഈ എസ്റ്റേറ്റ് അതുപോലെ വലിയ എസ്റ്റേറ്റാ. എസ്റ്റേറ്റിലെ തൊഴിലാളികളാ. ഒരു എസ്റ്റേറ്റ് തന്നെയല്ല കേട്ടോ, കുറെ എസ്റ്റേറ്റുകളുണ്ട്. ആ ലേക്ക് ഉണ്ടോ, നമ്മൾ അവിടം തൊട്ട് കാണുന്ന ലേക്കാ. എത്ര കിലോമീറ്റർ? ആ, ഇതെല്ലാം ഈ പഴയ രീതിക്കുള്ള ബിൽഡിംഗ് ആയതുകൊണ്ട് നല്ല രസമാണ് കാണാൻ. ഓടിട്ടതും കല്ല് കെട്ടിയതും. ആ ഓടിട്ടത് കാണുമ്പോ തന്നെ ഒരു ഭംഗിയാണ്. ഇവിടെ ഒരു ചെറിയ ഡിസ്പെൻസറി ഉണ്ട്. ഉണ്ടല്ലേ? ആ, പൂർണ്ണമല്ല കേട്ടോ, ഞാൻ അറിയാതെ പറഞ്ഞാണ്. ചെറിയ ഡിസ്പെൻസറിയും ആ ഒരു ഹോസ്പിറ്റലിൽ, വലിയ ഹോസ്പിറ്റലായിരിക്കും നമ്മൾ മുമ്പേ കണ്ടേ. അവിടെ ടീ ബംഗ്ലാവാ ആ കാണുന്നത്. പണ്ട് സായിപ്പന്മാരൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന ബംഗ്ലാവായിരിക്കും. ആ, ആയിരിക്കും. അവരാണല്ലോ ഇവിടെയൊക്കെ വന്ന് തേയില കൃഷിയൊക്കെ തുടങ്ങിയത്. മൂന്നാറും ഒക്കെ നല്ല വെയിറ്റിംഗ് ഷെഡുകളുണ്ട്, പണിതിട്ടുണ്ട്. എത്ര വെയിറ്റിംഗ് ഷെഡ് ഉണ്ടല്ലേ ഇപ്പൊ? ഇവിടെ ഇതൊക്കെ കാണാനുള്ളൂ, പ്രകൃതി സൗന്ദര്യം മാത്രം. വരിക, കാണുക, ആസ്വദിക്കുക, പോവുക, അത്രേ ഉള്ളൂ. കിടക്കണ്ട. അല്ല, ഇവിടെ താമസ സൗകര്യമൊക്കെ കുറച്ചുണ്ട്, അധികമൊന്നുമില്ല, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള. ഇപ്പോഴേ നമ്മളെ തേയിലത്തോട്ടമൊക്കെ കഴിഞ്ഞ് വനത്തിലേക്ക് കയറി. ആ കാണുന്ന എല്ലാം വനമാണ്. ഘോരവനം. ഘോരവനം എന്ന് പറഞ്ഞാൽ ഇത് തേക്കടി വനമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വനമാണ്. ആ, കുമളിയുടെ ഒക്കെ മുല്ലപ്പെരിയാർ ഡാമും ആ ഭാഗമൊക്കെ ഇല്ലേ, അതിന്റെ ഇങ്ങോട്ട് വരുന്ന വനമാണിത്. കാട്ടുവഴി കണ്ടോ പോന്നെ? സമയം 10:45 എന്നിട്ട് നല്ല മഞ്ഞ്. ഇന്നിവിടെ വെയിൽ തെളിയുന്ന ലക്ഷണമില്ല. ഇവിടെ എല്ലാ എസ്റ്റേറ്റുകളിലും ഹോസ്പിറ്റലുകൾ കാണും, ചെറിയ ഹോസ്പിറ്റലുകൾ. ഇത് വെന്യാർന്ന ഈ സ്ഥലപ്പേര് കേട്ടോ, വെന്യാർ എസ്റ്റേറ്റ്. വെന്യാർ എസ്റ്റേറ്റ് അപ്പുറം ഉണ്ടായിരുന്നു. ഏതൊക്കെയായാലും ഇവിടെ വരെ വന്നു. ഇനി കുറച്ചേ ഉള്ളൂ. വ്യൂ പോയിന്റ് വരെ പോയിട്ട് വന്നിട്ട് വ്യൂ പോയിന്റിലേ വണ്ടി ഇട്ടിട്ട് ഫോറസ്റ്റിന്റെ പാസ് എടുത്തിട്ട് നടന്ന് കയറി പോണം കുറച്ച്. ആണോ? ആ, അങ്ങനെ അവിടെ ആണെന്ന് പറഞ്ഞേ. പക്ഷെ നടന്ന് കയറി പോകാൻ എല്ലാം ചെളിയ മണ്ണാന്ന് പറഞ്ഞു. ഭയങ്കര ചെളിയായിരിക്കും, തെന്നും മഴയായോണ്ട് കയറി പോകാൻ പാടാണ്. പിന്നെ ഒന്നും കാണാനും ഇല്ല ഒന്നും. വേറൊരു കാര്യം പറഞ്ഞു, ഇന്ന് മൂടൽമഞ്ഞായോണ്ട് എന്നാ ഒന്നും കാണത്തില്ല. അല്ലെ നമുക്ക് അവിടെ നോക്കി ഒരുപാട് സ്ഥലങ്ങൾ കാണാമായിരുന്നു. നമ്മള് പണ്ട് വന്നപ്പോ ഇങ്ങോട്ടൊന്നും വന്നില്ലെന്നേ. ഇങ്ങോട്ട് വന്നേ ഒത്തിരി നാളായില്ലേ, അതുകൊണ്ട് മറന്നുപോയി. നല്ല അടിപൊളി തേയിലത്തോട്ടം. ഇവിടെ കൊളുന്നെടുക്കാറായതാന്ന് തോന്നുന്നു. അതുകൊണ്ട് നല്ല ലൈറ്റ് കളർ. ആ സിംഹവാലൻ കുരങ്ങേ ഉലകിൽ 3000 മട്ടുമേന്ന് എഴുതിയേക്കുന്നത്, ലോകത്ത് 3000 എണ്ണം ഉള്ളെന്ന്. ആ, അപ്പൊ ഇത് ഇവിടം കൊണ്ട് റോഡ് തീർന്നു, ഇവിടെ വരെ വരത്തുള്ളൂ. ഇവിടുന്ന് നീ നടന്നു കയറി പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. വ്യൂ പോയിന്റിൽ അവിടെ ഇരിക്കുന്ന ആളോടൊന്ന് ചോദിക്കാൻ ഡീറ്റെയിൽ ആയിട്ട്. വ്യൂ പോയിന്റിലേക്ക് പോകണ്ടേ അവിടെ ആയിരുന്നു. അവിടെ ഒരു പെട്ടിക്കടയുണ്ട്, അവിടുന്ന് അത് നടന്ന് കയറി പോകണം. നമ്മൾ അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകണം. ഇപ്പോൾ ഇവിടെ ഇട്ട് തിരിക്കണം. കറക്റ്റ് വണ്ടി തിരിയാനുള്ള ഇടയേ ഉള്ളൂ, കറക്റ്റ് വണ്ടി വിലങ്ങാനുള്ള ഇടയേ ഉള്ളൂ. ആ, മതി. തിരിച്ചോടിച്ചോ ഫുള്ള്. പോട്ടെ. ആ സൈഡ് നോക്കിക്കോണേ. ആ, അങ്ങനെ തിരിഞ്ഞു പറ്റി. ഒന്നുകൂടെ റിവേഴ്സ് പോരെ. ആ, മതി, പോട്ടെ. ഇവിടെ വരെ ഉള്ളൂ. ഇവിടുന്ന് നടന്ന് കയറി പോണം. ഇത് കണ്ട ആൾക്കാർ നിൽക്കുന്നിടത്തോളം. ഇവിടെ നോക്കിക്കേ, ആ, ഇവിടെ നിർത്ത്. இது 6600 அடிக்கு மேலே இ பாயிண்ட் பார்க்குறது இதே ஒன்று. ஆனால் இது வந்து பப்ளிக் ஆகலை. பப்ளிக் ஆச்சுன்னா கொடைக்கானல் மாதிரி பூரா நாரி போயிடும். நாரி போச்சுனாக்கா இங்கே ஆகாது. அதனால் ஒரே ஆள் கையில் இருக்கும்போது இதாக இருக்குது. இதுதே பூராமே சுத்தமாக நாங்கள் வச்சுக்கிறது. ஃபாரஸ்ட் எல்லாம் சொல்லி எங்களுக்கு ஒரு இது மாதிரி வச்சு, அப்பா இந்த பாட்டில் வீட்டில் எதுவும் இருக்கக்கூடாது, எந்த வேஸ்ட்டு இது இருக்கக்கூடாது அப்படின்னு சொல்லி சுத்தமாக வச்சுருக்குங்க சார். ஆனால் இன்னும் ஒரு 3 மாதத்துல சுற்றி பூராமே இதாக போகுதுங்க சார். பூராமே கம்பி போட்டு நல்லா பாத்ரூம் கட்டி நல்லா நீட்டாக இருக்குங்க சார். ஒரு 6600 அடிக்கு மேலே பார்க்கலாம் சார்.
இப்போ அரிக்கொம்பன் இதுலேயே விலசு நடந்தேன் 40 நாள். இப்போ ஐயப்பன் கோயில் ஆரம்பிச்சாச்சுன்னா கோயில் அந்த ஆனை பூரா இங்கே எடுத்தாங்க சார். இங்கிட்டு வருவா 6200 அடிக்கு மேலே இங்கிட்டு வந்துருக்கு. முந்தானே இன்னும் ஒரு வாரத்துக்கு முன்னாடினா 3 ஆனை சார், 13 ஆனை பூராமே ഇങ്ങ് എടുത്തേங்க സാർ വന്നിട്ട്. ശരി. നമ്മുടെ അവിടെ ഇപ്പൊ അയ്യപ്പ സീസൺ അല്ലേ, അപ്പൊ അവിടുത്തെ ആനകളൊക്കെ ഇങ്ങോട്ട് വരും. വനത്തിലെല്ലാം മനുഷ്യർ കയറി വരുന്നുണ്ട്. വെടിയെ പൊട്ടി ഇങ്ങോട്ട് പൂരാ ഇങ്ങോട്ട് അടിച്ചു വിട്ടുരുവാங்க. ஐயப்பன் மதுரை ஜோதி பார்க்குறது இங்கே இருந்தாங்க சார். அதாவது இங்கேருந்து பார்க்கலாம். அங்கே வந்து லேடிஸ் விட மாட்டாங்க, இங்கே வந்து லேடிஸ் வந்து எல்லாமே பார்ப்பாங்க சார். അവിടെ മുകളിൽ കാണുന്നതാണ് വ്യൂ പോയിന്റ്. അതെ, അവിടെ ഫോറസ്റ്റിൻ്റെ ഒരു കൗണ്ടർ ഉണ്ട്. അവിടെ ഒരാൾക്ക് 30 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് മുകളിൽ കയറി നിന്നാൽ ഒരുപാട് ഏരിയകൾ കാണാം. അതെ, ഇപ്പൊ ഇവിടെ നിന്നാ വ്യൂ പോയിന്റ് കാണത്തില്ല. പിന്നെ വ്യൂ പോയിന്റ് കയറി നിന്നാ എന്നെ കാണാൻ പറ്റും. ചെറുതായിട്ട് മഴയും ചാറുന്നുണ്ട്, മഞ്ഞും. അപ്പോൾ നമുക്ക് പോയേക്കാം. നല്ല വെയിലുള്ളപ്പോൾ വന്ന് കാണാം. അതെ, ഇവിടെ വരെ ഉള്ളൂ, വേറെ സംഭവമൊന്നുമില്ല. ഇത്രയൊക്കെയാണ് മേഘമല. അതെ, പോയേക്കാം. ആ മുകളിൽ കയറി നിന്നാൽ നല്ല വെയിലുള്ള സമയത്താണ് കമ്പം, പിന്നെ ഗൂഡല്ലൂർ, ചിന്നമന്നൂർ, കേക്കേപ്പട്ടി. ഈ വ്യൂ പോയിൻ്റ് ഉള്ള സ്ഥലപ്പേര് മഹാരാജാമെട്ടെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ വരെ ഉള്ളു വഴി. മഹാരാജാമെട്ട് ഹൈവേസ് ടൗൺ പഞ്ചായത്ത്. ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡും താഴെ ഒരു അമ്പലവും പിന്നെ കുറച്ച് ലയങ്ങളുണ്ട്. ശല്യ തൊഴിലാളികൾ താമസിക്കുന്നത്. കൊളുന്തെടുത്ത് ഇറുത്തോണ്ട് വരുന്നുണ്ട് അക്കാമാർ. മുകളിലേ ഇവരവിടെ മെഷീനാണ് കട്ട് ചെയ്യുന്നത്. കൊളുന്ത് ബാറ്ററിയിലോടുന്ന മെഷീനാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ തിരിച്ച് ചിന്നമനൂരിലേക്ക് ഇറങ്ങിയേക്കാം. തേക്കടി 85 കിലോമീറ്റർ, ഇടുക്കി ഡാം 126, മൂന്നാർ 133, കൊച്ചി 243 കിലോമീറ്റർ. വെന്യാർ ടീ ഫാക്ടറി. കാലിക്കട്ട്. ആ, എപ്പോ പോന്ന നേരം? ഞങ്ങൾ ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്തു. ഓ, ഇന്ന് 2 ദിവസം സ്റ്റേ. എന്നിട്ട് പോയുള്ളൂ. അടിപൊളിയാണ്. അടിപൊളി, നല്ല ക്ലൈമറ്റ് അല്ലേ ഇപ്പം? നിങ്ങളെ ചാനൽ എപ്പോഴും കാണാറുണ്ട്, ഒരുമിച്ചിരുന്ന കാണല്. ഞാൻ പറയുന്നത് വലിയ ഹെവി വെഹിക്കിളൊക്കെ കാണും, ഡ്രീമാണ്. ഷാഹിന റിഷാദ്. എവിടെ വീട്? എവിടെ? കാലിക്കറ്റിലല്ലേ? ആ, നിങ്ങൾ തന്നെയുള്ളൂ? അപ്പൊ വ്ളോഗ് കണ്ടുകൊണ്ട് കഴിക്കാൻ വേറെ ആരില്ല? നിങ്ങൾ 2 പേരേ ഉള്ളൂ? നമ്മള് മക്കളൊക്കെ വീട്ടിലാക്കിട്ട് നമ്മള് മാത്രം 2 പേരും അങ്ങനെ ഇറങ്ങിയതാകുള്ള. ഇവിടെ എല്ലാ ഇയറിലും ഇങ്ങനെ വരാറുണ്ട്. അതെ, നമ്മൾ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേനും മഞ്ഞൊക്കെ ഇച്ചിരി മാറി കേട്ടോ, ഇച്ചിരി തെളിവുണ്ട്. കൊളുന്ത് ഞുള്ളി കൊണ്ട് ഇവിടെ ഇട്ട് നിറച്ചിട്ട് ട്രാക്ടറൊക്കെ എത്തിക്കൊണ്ട് പോകും. മരുന്ന് നല്ലപോലെ അടിക്കുന്നുണ്ട്. തേയില കൂടി നിർത്തി. ഇപ്പോഴാണോ ഇതറിയുന്നത്? മരുന്നടിക്കാതെ ഒരു സാധനവും ഇല്ല. അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. പക്ഷെ ഞാൻ അങ്ങനെ കുടിക്കാറുമില്ല. അതെ, ചായയുടെ ആൾക്കാർ ഞാനല്ല, നിങ്ങളെല്ലാരും. കുടിക്കാറില്ലെന്ന് പറഞ്ഞാൽ ശരിയാ. അല്ല, ഞാനിപ്പോ ചായ അല്ല, കടക്ക് കാപ്പിയും കുടിക്കുന്നുണ്ട്. പിന്നെ ചായ കൂടി ഇച്ചിരി കുറച്ചിട്ടുണ്ട്. ഇതുണ്ടോ ഈ സൈഡേ ഇടിഞ്ഞു പോകുന്ന ആ ക്രാഷ് ബാരിയറൊക്കെ എന്നാ ഉറപ്പണത്, ചുമ്മാ മണ്ണിനകത്ത് കുഴിച്ചിട്ടേക്കുന്നേ ഉള്ളൂ. വണ്ടി തട്ടി വെളിയിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കുന്ന. ഇങ്ങോട്ട് വന്നിട്ടേ നമ്മള് തേയിലത്തോട്ടം കണ്ടുള്ളൂ, ഏലത്തോട്ടം കണ്ടില്ലല്ലോ. ഏലത്തോട്ടം നമ്മൾ ആ കയറി വരുമ്പം റോഡിന് താഴെയുള്ള അങ്ങനെ കാണത്തില്ല. പിന്നെ ചിലപ്പോൾ ഉള്ളിലേക്ക് ഉണ്ടായിരിക്കും. സുർലി ഫാൾസ് 62 കിലോമീറ്റർ. നമ്മുടെ മെയിൻ ആള് വിശ്രമിക്കുക. ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാൻ റൂം കിട്ടുന്ന സ്ഥലം കേട്ടോ. പക്ഷെ അത് കുറച്ച് റൂമുകളൊക്കെ ഉള്ളൂ. ഞങ്ങൾ പണ്ട് വന്നപ്പോൾ ഇവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്ത്. അതായത് ടാസ്മാക് ഉണ്ട്. അത് പിന്നെ എല്ലായിടത്തും ഉണ്ടല്ലോ. ഈ ടാസ്മാക് നമ്മുടെ അവിടുത്തെ ബീവറേജ് പോലെ ബ്രാൻഡിക്കട. ചിന്നമന്നൂർ 35 കിലോമീറ്റർ. കുഞ്ഞികളെ ഇത് കണ്ടോ, ബ്ലാക്ക് പാന്തർ ഒക്കെ ഉണ്ട്. ഇതേ പല്ലൊക്കെ കണ്ടോ? കാണാൻ പറ്റൂലല്ലോ. കാണാൻ പറ്റും, രാത്രിക്ക് ആടും. കരിമ്പില് 2 ഞാൻ ജീവനോടെ കണ്ടിട്ടുണ്ട്. ഒന്ന് ശബരിമല വനത്തിലും ഒന്ന് നമ്മുടെ കർണാടകയിലെ എല്ലാ പുരവനത്തിലും കണ്ടിട്ടുണ്ട്. അല്ല, ജീവനോടെ അല്ല പിന്നെ എങ്ങനെ കാണുന്നേ? ചത്ത കിടക്കുന്നതാണോ? അല്ല, അങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞു, ഓളത്തിനൊക്കെ പറഞ്ഞെന്നുള്ളൂ. കരിമ്പുലിയെ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇവൻ മാത്രമേ കാണത്തുള്ളൂ. നമ്മളൊന്നും കണ്ടിട്ടില്ല. എത്ര സ്ഥലത്തോടെ പോയി. കരിമ്പുലിയെ കണ്ടിട്ടുണ്ട്, അല്ലാതെ പുലിയെ കണ്ടിട്ടുണ്ട്. ആ, പുലിയായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് തോന്നുന്നു. എന്നാ കണ്ടത് ഇതൊക്കെ? കുറച്ച് വർഷങ്ങളായി. മരുന്നടിയിച്ച് വിടുന്നുണ്ടോ. അപ്പോഴേ നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേനും മഞ്ഞൊക്കെ കുറഞ്ഞു. പക്ഷെ സൂര്യൻ നല്ലപോലെ ഇങ്ങ് വന്നിട്ടില്ല. മെയിൻ ഡ്രൈവർ 2 ദിവസമായിട്ട് വണ്ടി ഓടിച്ചേ ഇല്ലായിരുന്നു.
ചുമ്മാ വണ്ടി ഓടിക്കാതിരുന്നിട്ട് തലവേദന എടുക്കുന്നു അല്ലേ? അതെ അതെ. കുഞ്ഞിക്കളിക്കും 2 പേർക്കും. ഓടിച്ചില്ല, മറന്നു പോകുന്നു. ആ അങ്ങോട്ട് ചെല്ലുമ്പോ ചുരം ഞാൻ ഇറങ്ങാം. ക്യാമറാമാൻ തൽക്കാലം കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഓടിച്ചാൽ മതി അല്ലേ? ചുരം ഇറങ്ങിക്കോ, കുഴപ്പമൊന്നുമില്ല. ഇടസേടി ഇരുന്ന് ഇറങ്ങിക്കോ. ഇട സൈഡ് ചുമ്മാ ഇരിക്കുന്നതിൽ നല്ല വണ്ടി ഓടിക്കുന്ന. അതല്ലേ കട്ടിയില്ലാത്തൊരു പണിയല്ലേ ഞങ്ങൾ തന്നേക്കുന്ന, വീഡിയോ എടുക്കുക. ചുമ്മാ ക്യാമറയും പിടിച്ചോണ്ട് അങ്ങോട്ട് ഇരിക്കുക ഇങ്ങോട്ട് ഇരിക്കുക. നമ്മളതെ അവിടെ നിന്ന് വന്നത് ചുരം ഇറങ്ങാൻ തുടങ്ങി. പാറയെന്നൊക്കെ വെള്ളം ഒഴുകുന്നുണ്ട്. കണ്ടോ? മഴയല്ലായിരുന്നു ഇന്നലെയൊക്കെ, എന്നാ മഴയാ പെയ്തോണ്ടിരുന്നത്. കോടമഞ്ഞ് മാറിയിട്ടില്ല. സമയം 12:30 ഇത് കുറച്ച് വഴി വീതി കുറവുള്ള സ്ഥലമുണ്ട്. നല്ല കുത്തിറക്കുവാ. എൻജിൻ ബ്രേക്കൊക്കെ ഇട്ട് ഓണൊക്കെ അടിച്ച് ഇറങ്ങിപ്പോണം. എൻജിൻ ബ്രേക്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി 18 ഹെയർ പിൻ ബെൻഡ് ഇറങ്ങണം. ഇറങ്ങി വേണം നമുക്ക് താഴേക്ക് അല്ല ഇറക്കിക്കോ. നിങ്ങളീ താഴോട്ട് നോക്കിയേ. അത്രയും താഴെ നമ്മൾ ഇറങ്ങി ചെല്ലണം. ഇത് 14ാമത്തെ ഹെയർ പിൻ ബെൻഡാ. അല്ല 14 ആയില്ലോ, 4ാമത്തെ. താഴോട്ട് 14 അങ്ങോട്ട് ഇനിയുണ്ട്. താഴേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട നല്ല തെളിച്ചമായി. ഇനി താഴോട്ട് ഇറങ്ങി ചെല്ലുന്തോറും നല്ല ചൂടുമാവും. ചിന്നമന്നൂർ നമ്മൾ മേഘമലയ്ക്ക് കയറിയാൽ BSNL മാത്രമേ പിന്നെ റേഞ്ച് ഉള്ളൂ. ജിയോ ചെറുതായിട്ടൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ കിട്ടും, പക്ഷെ BSNL കിട്ടുള്ളൂ. നെറ്റും BSNL കിട്ടുള്ളൂ. പിന്നെ കറണ്ട് പോയാൽ നെറ്റും കിട്ടുകയില്ല. അതുപോലെ ഡീസൽ അടിക്കാനുള്ളവരൊക്കെ പെട്രോളും ഡീസലും ഒക്കെ താഴെ അടിച്ചിട്ട്. അതെ, ഡീസലും പെട്രോളും ഒന്നും സൗകര്യങ്ങളൊന്നും ഇല്ലാന്ന് കൂട്ടിക്കണം. അത്യാവശ്യം കുറച്ച് റൂമുകളൊക്കെ കിട്ടും. പിന്നെ ഹോട്ടലുകളും ഒക്കെ വളരെ കുറവാണ്. വണ്ടിക്ക് ഡീസൽ അടിക്കാനുള്ള പമ്പ് അവിടെ ഇല്ലെങ്കിലും മനുഷ്യർക്ക് ഡീസൽ അടിക്കാനുള്ള പമ്പ് അവിടെ ഉണ്ട്. ടാസ്മാക് ഒരെണ്ണമുണ്ട്. അതെ, ടൂറിസ്റ്റ് പ്ലേസുകളിൽ ആൾക്കാർ വരുന്നേ മനുഷ്യർക്ക് ഡീസൽ അടിക്കാൻ വേണ്ടിയാ. അതിനുള്ള സൗകര്യം ഗവൺമെന്റ് അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കമ്പം 37 കിലോമീറ്റർ ഉണ്ട്. എന്നാലും ഇപ്പോഴേ വഴിക്ക് അത്യാവശ്യം വീതിയുണ്ട്, വഴി നന്നാവുകയും ചെയ്തു. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പോയിട്ട് വരാം. അല്ലാതെ നല്ല സമയം എടുക്കായിരുന്നു നേരത്തെ. ഗിവ് പ്രയോറിറ്റി ടു അപ്കമിങ് വെഹിക്കിൾ. ഇപ്പം കയറ്റം കയറി വരുന്ന വണ്ടിക്ക് മുൻഗണന കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തി കൊടുക്കണം അവർ കയറി പോകാൻ വേണ്ടിയിട്ട്. അങ്ങ് താഴെ ചിന്നമന്നൂരൊക്കെ കാണുന്നുണ്ട്. ഇനി എത്ര ഹെയർ പിൻ ബെൻഡ് കൂടെ ഉണ്ട്? 5 കൂടി ഇനി ഉണ്ട്. 5ാമത്തെ. താഴെ കാറ്റാടിപ്പാടം, താഴ്വാരം, മേഘമലയുടെ താഴ്വാരം. ഒരു വണ്ടി ഇടിച്ച ഈ വണ്ടി ആ വണ്ടിയും കൂടെ തെറ്റിയതാണോ ആ വണ്ടി തെറ്റിയതാണോ? ആ വണ്ടി അവിടെ തട്ടിയതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെയൊക്കെ വണ്ടി തട്ടിയാലേ പിന്നെ ഒരു വർക്ക്ഷോപ്പുകാരനെ കൊണ്ടുവരണേലും ചിന്നമന്നൂരെന്ന് പറഞ്ഞണം. ഇതിനങ്ങ് മുകളിലല്ലോ, ഇവിടെ ആയതുകൊണ്ട് സമാധാനമുണ്ട്. അതെ, അത് ശരിയാ. അപ്പോൾ അതെ, നമ്മുടെ ലാസ്റ്റത്തെ ഹെയർ പിൻ ബെൻഡാ. മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പം മുകളിലേക്ക് കയറുമ്പോൾ ആദ്യത്തെ ഹെയർ പിൻ ബെൻഡായത്. റിക്കവറി ചെയ്യാൻ പോകുന്നുണ്ട്. ആ കാറ് പൊക്കിക്കൊണ്ട് പോകാൻ വേണ്ടിയാണ്. അപ്പം നമ്മളതേ ചുരം എല്ലാം ഇറങ്ങി താഴെ എത്തി. താഴത്തെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തി. ഇവിടെ അങ്ങോട്ട് കയറുമ്പോൾ പറഞ്ഞാൽ മതി. ഏതാ ആ ടോക്കൺ നമ്പർ പറയണ്ടേ? എത്ര? 8 പറഞ്ഞാൽ മതി അല്ലേ? ഇവിടെ രജിസ്റ്റർ ഉണ്ട്. രജിസ്റ്ററിൽ എഴുതിയിട്ടാണ് നമ്മളെ കയറ്റി വിടുന്നത്. പേരും വണ്ടി നമ്പരും എഴുതി പിന്നെ ഒരു ടോക്കൺ നമ്പറും തരും. ആ നമ്പർ തിരിച്ചു വരുമ്പം നമ്മളിവിടെ പറഞ്ഞാൽ മതി. അപ്പം ഈ ടൂറിസ്റ്റുകൾ കൂടുതലും രാവിലെയാണ് വരുന്നത് കേട്ടോ. എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഈ സമയത്ത് കയറ്റി വിടുകയല്ല. 4 മണി കഴിഞ്ഞാൽ കയറ്റി വിടുകയല്ലോ വൈകിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും രാവിലെ തന്നെയാണ് വരുന്നത്. ഒത്തിരി വണ്ടികൾ കയറി പോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചുരം എല്ലാം ഇറങ്ങി ഇതേ നിരപ്പത്തെത്തി. ഇവിടെ ആണ്ട് റൈറ്റ് സൈഡിൽ മുന്തിരി കൃഷിയാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇതുണ്ട് പയറ് കൃഷി. അത് പയറും മുന്തിരിയും. അതാ മറ്റേ നീളമുള്ള പയറാണോ? നീളമില്ല അധികം. അതിന് നീല കളറുള്ള ആ പയറാന്ന് തോന്നുന്നു. ലെഫ്റ്റ് സൈഡിൽ ഇരിക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അല്ല അതെ, ഇപ്പം ചുരം ഇറക്കുന്നതേ ഇച്ചിരി
കട്ടിപ്പണിയാണല്ലോ എന്ന് ഓർത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഓടിക്കാൻ തന്നെ. അത് ടാസ്ക് ഉള്ള പണിയൊന്നും അങ്ങനെ പുതിയ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ആ ഇതാകുമ്പോഴേ ഈ നിരപ്പ് വഴിയല്ലേ, ചുമ്മാ ഇരുന്നാൽ മതിയല്ലോ. ചുമ്മാ ഇരുന്നോ, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ക്ലച്ചും ബ്രേക്കും ഒക്കെ ഒന്ന് ചവിട്ടിയേക്കണം. ഗിയറും മാറണോ? കുഞ്ഞിക്കിളി അതേ കാറ്റാടിയൊക്കെ കറങ്ങുന്നു. ആ ഇത് കാറ്റാടിപ്പാടോ. അവിടെ ഇതെല്ലാം കോവൽ കൃഷിയാണ്. കോവലും പടവലവും പയറും പാവലും. ഇവിടെയൊക്കെ മിക്കവാറും എല്ലാ വീടുകളിലും പശുക്കളുണ്ട്. അപ്പം മേഘമലയിൽ നിന്ന് നമ്മളിതേ തിരിച്ച് ചിന്നമന്നൂരെത്തി. അപ്പം ഇനിയിപ്പം നമ്മൾ ചിന്നമന്നൂർ വന്നു. ഇനിയും നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നേരെ തിരിച്ച് കോട്ടയത്തേക്ക് വീട്ടിലേക്ക്. അത് തന്നെ. അപ്പോൾ ഏകയാലും ഇന്ന് കുഞ്ഞിക്കളിക്ക് നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കുകയാണ്. ഇത് നാട്ടുകോഴി ബിരിയാണി വന്നിട്ടുണ്ട്. അച്ഛനും മോളും നാട്ടുകോഴി ബിരിയാണി, ഞങ്ങൾ ചോറും പറഞ്ഞു. ബാർബിക്യൂ ചിക്കനാണോ? ആ ബാർബിക്യൂ ഒന്നുമല്ല, ഉണ്ടോ നാടൻ കോഴിയുടെ ഒരു ഒറ്റക്കാല. കുളമ്പൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, ഒഴിച്ചോ. സാമ്പാറും പിന്നെ രസമുണ്ട്. എങ്ങനെയുണ്ട്? ആ റൈസ് സെയിമാ, ചിക്കൻ മാത്രമേ വ്യത്യാസമുള്ളൂ. ആ സാമ്പാറും വാഴയ്ക്ക തോരനും അവിയൽ പോലെ ഒരു കൂട്ടുകറി. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നേരെ കോട്ടയത്തേക്ക് വിട്ടേക്കാം. അപ്പോൾ കോട്ടയത്തേക്കുള്ള യാത്രയുടെ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം.